പെരുമ്പാവൂരിലേത് ദാരുണമായ കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ 3 തരം ആയുധങ്ങളാണ് കൊല ചെയ്യാനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ള സംശയമാണ് പുറത്തുവരുന്നത്. ഒപ്പം തന്നെ ബലാത്സംഗ തെളിവുകൾ നശിപ്പിക്കുന്നതിനായി ജനനേന്ദ്രിയം തകർത്തതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ എച്ച് ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, എന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? സോമി, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് പെരുമ്പാവൂർ നടന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് അല്ലെങ്കിൽ ബോധം കെടുത്തിയതിനു ശേഷം ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും അതിനുശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ജനനേന്ദ്രിയം അടക്കം പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് പ്രതി കുറ്റം ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശരീരത്തിൽ നെഞ്ചിൽ 2 മുറിവുകളും കഴുത്തിൽ മുറിവ്, അതോടൊപ്പം തലയുടെ പിൻഭാഗത്ത് മുറിവ്, ഇത്തരത്തിൽ ശരീരത്തിൽ നിരവധി മുറിവുകൾ വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് ചെയ്തിട്ടുള്ളതായിട്ടും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ട് നാളെ രാവിലെ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ പെരുമ്പാവൂർ CI എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുക. എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്ത ചില ഡോക്ടർമാർ അല്ലെങ്കിൽ അവിടുത്തെ ചില ഡോക്ടർമാരിൽ നിന്ന് തന്നെ നമുക്ക് ഫോറൻസിക് ഡോക്ടേഴ്സ് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. കാരണം അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത്. ഇത്തരത്തിലൊരു കൊലപാതകം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഒന്നിലെ ഈ കൃത്യം ചെയ്ത വ്യക്തി മാനസിക രോഗിയായിരിക്കാം, അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു കൊലപാതകമാണിത്. ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സംശയങ്ങൾ. 2-3 പേർ ഈ കൃത്യത്തിനുണ്ടാകാം എന്നും സംശയിക്കുന്നു. എന്തായാലും അതിക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ഇല്ല എന്നുള്ളത് വളരെ ആശ്ചര്യം ഉളവാക്കുന്ന കാര്യമാണ്. മാത്രമല്ല, പട്ടാപ്പകൽ നടന്നൊരു സംഭവമായിട്ട് പോലും ഇത്തരത്തിൽ വളരെ മൃഗീയമായ ഒരു അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടും ഇതിനു വേണ്ടിയിട്ട് ആരും ശബ്ദമുയർത്തുന്നില്ല എന്നുള്ളൊരു പരാതിയും വ്യാപകമായിട്ട് ഉയർന്നു വരുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് പ്രതികളെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 5 ദിവസമായിട്ടും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു രൂപരേഖ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെളിവുകൾ, അതായത് 3 തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കൃത്യമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. എന്തായാലും ശ്വാസം മുട്ടിച്ച് തലങ്ങണി ഉപയോഗിച്ച് മറ്റോ ശ്വാസം മുട്ടിച്ചതിന് ശേഷം ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഈ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമായിരിക്കാം മാരകമായിട്ടുള്ള മുറിവുകളും മറ്റും ശരീരത്തിൽ ഉണ്ടായതെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും ബലാത്സംഗം നടന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഡോക്ടർമാരുടെ പക്കലില്ല. കാരണം ഇത് കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് എക്സ്പെർട്ടിനോട് മാത്രമല്ല, അത്തരത്തിലൊരു പരിശോധനയിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത്. ബലാത്സംഗമടക്കം ഇതിനോട് അനുബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും ഒക്കെ തന്നെ സമ്മതിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 ദിവസമായിട്ടും പ്രതികളെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. ഷാജഹാൻ, തുടരുക. ഇപ്പോൾ TN സീമ കൂടി ഈ വാർത്തയോട് പ്രതികരിക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി TN സീമ, ഇവിടെ ഇപ്പോൾ പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥി ജിഷ കൊല്ലപ്പെട്ടിട്ട് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇത്രയധികം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ ക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള അന്വേഷണവും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രതികളെ ഇപ്പോഴും പിടിക്കാൻ പോലീസിന് ആയിട്ടില്ല. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. കഴിഞ്ഞ ദിവസം ഇത് ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ വാസ്തവത്തിൽ ഡൽഹിയിൽ നടന്ന നിർഭയ സംഭവം പോലെ തെളിവുകൾ നശിപ്പിക്കുവാനും അതുപോലെ തന്നെ ക്രൂരതയുടെ അങ്ങേയറ്റത്തെ ഒരു പ്രകടനമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. ഇത് വാസ്തവത്തിൽ ഇത് ജനനേന്ദ്രിയത്തിൽ ആയുധം കുത്തിക്കയറ്റുക തുടങ്ങിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാകും. പക്ഷെ അതേ സമയത്ത് ഈ ചെയ്ത ആളുടെ അല്ലെങ്കിൽ ആളുകളുടെ അവരുടെ ആ ക്രൂരമായിട്ടുള്ള സമീപനം അത് എത്ര അപകടകരമാണ് എന്ന് കാണിക്കുന്നതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് വളരെ ശക്തമായ അന്വേഷണം നടത്തി
കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ സംഭവത്തിൽ മാത്രമല്ല, ഈ ഒരു പാവപ്പെട്ട പെൺകുട്ടി അതിന്റെ ഇരയായി മാറിയിരിക്കുന്നു. എത്ര ആളുകളെ ഈ ഇത്തരത്തിലുള്ള ആക്രമികൾ ഇനി ലക്ഷ്യം വെക്കുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്തരത്തിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ഉണ്ടായിട്ട് ഇത്രയും ദിവസമായിട്ടും പ്രതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതികളെ സംബന്ധിച്ച് ഒരു വിവരവും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ്. കാരണം ഇത് നിമിഷങ്ങൾക്കകം തന്നെ നടപടിയെടുക്കേണ്ട ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകേണ്ട ഒരു കേസാണ്. നിരവധിയായിട്ടുള്ള ബലാത്സംഗ കേസുകൾ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സംഭവങ്ങളും നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഇല്ലാത്തൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു പാവപ്പെട്ട ഒരു ദളിത് പെൺകുട്ടിക്ക് സംഭവിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും നമുക്കൊരു കുറ്റം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. സാമൂഹ്യമായും സാംസ്കാരികമായും പ്രബുദ്ധതയുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേട് തന്നെയാണെന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ ഇത് സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യത്വത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം എന്ന് തന്നെയല്ലേ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. അത്രയധികം ക്രൂരപീഡനത്തിന് ഇരയായാണ് ഈ കുട്ടി മരിക്കാനിടയായിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇത് ഡൽഹിയിലത് നടന്ന സമയത്ത്, സംഭവം ഉണ്ടായ സമയത്ത് അതെല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതിനു മുമ്പും ഇതുപോലെ തന്നെയുള്ള അതീവ ക്രൂരമായിട്ടുള്ള ബലാത്സംഗം എന്ന് പറയുന്നത് തന്നെ അതൊരു സ്ത്രീത്വത്തിന്റെ മാത്രമല്ല, മനുഷ്യത്തിനെതിരെയുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള കടന്നാക്രമണമാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. ഇത് ആ പെൺകുട്ടിയുടെ ശരീരത്തില് ഒരുപക്ഷെ മരിക്കുന്നതിന് മുമ്പ് തന്നെയാകാം ഇത്തരത്തിൽ അതീവ നിഷ്ഠുരമായിട്ടുള്ള കാര്യങ്ങൾ, ആക്രമണങ്ങൾ ഒരു ശരീരത്തിന് മേൽ കാണിക്കുക എന്ന് പറയുന്നത് കൊലപാതകിയുടെ മാനസികാവസ്ഥയാണ് കാണിക്കുന്നത്. അത്രത്തോളം എത്താവുന്ന തരത്തിലേക്ക് ഒന്നാമതേ നാട്ടില് മയക്കുമരുന്നിന്റെയും അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടിയെ റോഡിൽ കുത്തി മലർത്തിയ അനുഭവം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലേക്ക് കുറ്റവാളികൾ വളർന്നു വരുന്ന, കുറ്റവാളികൾ വിഹരിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുക, ഏത് രീതിയിലാണ് ഒരാൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെ ആലോചിച്ചു നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഭയവും ആശങ്കയും തോന്നുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം ഒരു വീഴ്ച ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പോലീസ് വളരെ ജാഗ്രത ഉണ്ടാകുമ്പോഴാണ് കുറ്റവാളികൾക്കൊക്കെ തന്നെ അല്പം ഭയം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു കുറ്റവാളിക്കും ഒന്നിനെ കുറിച്ച് ഒരു ഭയമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീമതി TN സീമ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സോമി, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പോലീസിന് ഇതിൻ്റെ വിവരങ്ങൾ, വസ്തുതകൾ പോലീസിന് ഇതിനകം കൈമാറി കഴിഞ്ഞിട്ടുണ്ടാകും. എന്തായാലും ഇത് ഔദ്യോഗികമായി പോലീസിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബലാത്സംഗം നടന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിനുശേഷം അതിക്രൂരമായി ജിഷയെ മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ജനനേന്ദ്രിയം തകർത്തിരിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുന്നത്. എന്തായാലും പോലീസ് ഇപ്പോഴും നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിക്കുമ്പോഴും പറയുന്നത് സൂചനകൾ ലഭിച്ചിട്ടില്ല എന്ന കാര്യം അവർ ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. 2 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോഴും അന്വേഷണം നടക്കുന്നു. സംശയമുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടികളെല്ലാം തന്നെ ഇപ്പോഴും തുടർന്നു വരികയാണ്. IG-യുടെ നേതൃത്വത്തിൽ ഇതിനൊരു മേൽനോട്ടവും IG കൃത്യമായി നൽകുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ അന്വേഷണം കൂടുതൽ ഊർജിതമായിരിക്കുന്നു. ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായതോടെ കൂടുതൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് വേണം കരുതാൻ. എങ്കിലും 4 ദിവസങ്ങളിലായി ഇത് സംബന്ധിച്ച ഒരു തുമ്പ് പോലും പോലീസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വീഴ്ചയാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളാണോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഒരുപക്ഷെ മാനസിക രോഗിയാണോ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത്, ഇതിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരു മാനസിക രോഗി ചെയ്തതുപോലെ ആയിരിക്കാം ഒരുപക്ഷെ. എന്തായാലും ഇതൊന്നും തന്നെ ഒരു സ്ഥിരീകരണത്തിൽ പോലീസ് എത്തിയിട്ടില്ല. ആരായിരിക്കാം ഇത് സംബന്ധിച്ച് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. അന്നേ ദിവസം ഈ കൃത്യം നടന്ന ദിവസം അന്ന് വീട്ടിലേക്ക് വന്നവരും അല്ലെങ്കിൽ ഈ സംഭവശേഷം ഇവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞവരെയും എല്ലാം തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്, അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ
ഇതിൻ്റെ ഒരു സ്ഥിരീകരണത്തിൽ പോലീസ് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇത് പുറത്തുവിടാവുന്ന വിവരങ്ങളൊന്നും തന്നെ പോലീസിൻ്റെ പക്കൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അറിയുന്ന വിവരം. സോമി. ഉമേഷ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ജനനേന്ദ്രിയം തകർക്കുന്നതനുസരിച്ചുള്ള ബോധപൂർവമായ, അതായത് ബലാത്സംഗം നടന്നുവന്നതിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം വരെ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ പ്രതിയുടെ മനോവൈകൃതമായിട്ടോ ഏതു തരത്തിൽ വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം. എങ്കിൽ പോലും ഇത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ, അതെയോ ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കം, സംഘം ചേർന്നുള്ള ഒരു നീക്കം ഉണ്ടെന്ന് അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നുണ്ടോ? തീർച്ചയായും ഈ കുറ്റകൃത്യം കാണുമ്പോൾ അത്തരത്തിലൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾക്ക് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. പ്രത്യേകിച്ചും ഡൽഹിയിൽ ഉണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബസ്സിൽ വെച്ച് നടന്ന പീഡനം 3 പേർ ചേർന്നായിരുന്നു. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായതാണ്. അതിന് സമാനമായാൽ അല്ലെങ്കിൽ അതിനേക്കാൾ ക്രൂരമായ ഒരു പീഡനമാണ് പെരുമ്പാവൂരിലും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരാൾക്ക് മാത്രം ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് സംശയം ജനിപ്പിക്കുന്ന വസ്തുത. എന്നാൽ തന്നെയും ഇതിലൊരു സ്ഥിരീകരണം ഇതുവരെ പോലീസ് നടത്തുന്നില്ല. ഇതിൽ ഒരാളാണോ ഇത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മലയാളിയാണോ, അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരനാണോ ഇത് ചെയ്തിട്ടുള്ളത്, ഒന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നതെല്ലാം ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംശയമുള്ളവരെ എല്ലാം തന്നെ പോലീസ് ഇപ്പോഴും കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു വരികയാണ്. ആ നിരീക്ഷണങ്ങളിലേക്ക് പോലീസ്, ഒന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ള നിരീക്ഷണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും അതിലൊരു സ്ഥിരീകരണം ഇതുവരെ പോലീസ് നൽകുന്നില്ല. ഉടൻ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ തന്നെ CIക്ക് ഔദ്യോഗികമായി ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് വിവരം. അത് കേന്ദ്രീകരിച്ച കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം തന്നെയായിരിക്കും പോലീസ് നടത്തുക. കൂടുതൽ പേരെ ഇനിയും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അറിയുന്നത്. സോമി. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഷയത്തിൽ ഇപ്പോൾ ആഭ്യന്തര മന്ത്രിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു. വിഷയത്തിൽ അന്വേഷണത്തിൽ പോലീസിന് അലംഭാവം പറ്റിയിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി വയനാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് പെരുമ്പാവൂരിൽ യുവതി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഈ സംഭവത്തിനാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിരിക്കുന്നത് വയനാട്ടിൽ വെച്ച്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു അലംഭാവം സംഭവിച്ചില്ല, അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. എറണാകുളം റേഞ്ച് ജി മഹിപാൽ യാദവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രതികളെ ഉടൻ പിടികൂടാനാവും. ഒരു പ്രതിയെയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ ക്രിയാത്മകമായ അന്വേഷണം പോലീസ് നടത്തുമെന്നും പോലീസ് ഇക്കാര്യത്തിൽ അനുഭവം സംഭവിച്ചിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വയനാട്ടിൽ പ്രതികരിച്ചിരിക്കുന്നത്. അനൂപ് KR ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.